സന്ദർഭ കാഴ്ചകളിലേക്ക് സ്വാഗതം. മുത്തു, 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 നീ എവിടെയാ? മുത്തു, മുത്തു. ആ, നീ ഇവിടെ നിൽക്കുവായിരുന്നോ? മുത്തു, നമുക്ക് വീട്ടിൽ പോകണ്ടേ? സമയമായതൊന്നും അറിഞ്ഞില്ലേ? വാ പോവാ. നിങ്ങൾ എന്ത് വർത്താനം ഈ പറയുന്നത്? ആകെയുള്ളതാ ആട. അതിനെ വിറ്റ എല്ലാ പ്രശ്നവും തീരുവോ? നീ എന്തായി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? പ്രശ്നങ്ങളൊന്നും തീരില്ല. പക്ഷേ മോളുടെ കോളേജിലെ ഫീസ് നാളെ കൊടുക്കണമെങ്കിൽ എൻ്റെ അടുത്ത് വേറെ വഴിയൊന്നുമില്ല. പക്ഷെ മോനോടൊരു വാക്ക് പോലും ചോദിക്കാതെ അവൻ പൊന്നുപോലെ വളർത്തുന്ന ആടാ. ഓ, പൊന്നൊന്നും അല്ലല്ലോ. പിന്നെ ഇതിനൊക്കെ പിള്ളേർ അനുവാദം ചോദിക്കണോ? അവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ഓരോന്നൊക്കെ ചെയ്യുന്നത്. വടാ മുത്തു, വീടെത്തി. അമ്മേ, ചായ എടുത്തോട്ടോ. ആ, നീ വന്നോ? കട്ടനേ ഉള്ളോട്ടോ. ഓ, എനിക്ക് വേണ്ട. ഒരു പാൽ ചായ പോലും ഇല്ലാത്തൊരു വീട്. നീ ഇങ്ങ് വന്നേ മുത്തു. മുത്തു, നമുക്കിനി നാളെ കാണാം. നമുക്ക് വേറെ വാങ്ങാന്നേ. അമ്മ, എനിക്ക് എന്റെ മുത്തുനെ കരയില്ലടാ. എന്റെ മുത്തുനെ കൊണ്ടുവരുന്ന നമുക്ക് വേറൊന്ന് വാങ്ങാം. എടാ നിക്കടാ. എന്റെ മുത്തുനെ കൊണ്ടുവരുന്ന അവിടെ. എനിക്ക് എന്റെ മുത്തുനെ കരയാതെ നമുക്ക് വേറൊന്ന് വാങ്ങാന്നേ. മുത്തുനെ കൊടുക്കല്ല അച്ഛാ. പോകല്ലേ. മിണ്ടിപ്പോരുത്. ഈ വീട്ടിൽ ഒരു കാരണവര് മതി, മനസ്സിലായോ? കേറിപ്പോടാത്. ഒരു മുത്തു. അഖിലേ, എടാ അഖിലേ, നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? കളിക്കാൻ വരുന്നില്ലേ? നീ എന്താ വല്ലാതിരിക്കുന്നേ? എന്റെ മുത്തു പോയടാ. നിനക്ക് എവിടുന്നാ മുത്ത് കിട്ടിയേ? ആ മുത്തല്ലടാ, മുത്തു എന്റെ ആട്. ആ, നിന്റെ ആട്. അതിലെന്താ പറ്റി? പപ്പ അതിനെ വിറ്റു. എന്നോടൊരു വാക്കുപോലും മിണ്ടിയില്ല. എന്റെ മുത്തു ഇല്ലാത്ത വീട്ടിലേക്ക് ഞാൻ ഇനി ഇല്ല. ഇനിയപ്പ എന്നാ ചെയ്യും? വീട്ടിലേക്ക് പോവാതെ വേറെ എങ്ങോട്ട് പോവാനാ? എങ്ങോട്ടായാലും ഞാൻ ആ നശിച്ച വീട്ടിലേക്കില്ല. ശരിയാ. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, നമ്മളെ തീരെ മൈൻഡാക്കുന്നില്ല വീട്ടുകാർ. എന്തേലും കളിക്കാൻ പോവുകയാണെങ്കിൽ നീ എന്താ കൊച്ചാണോ എന്ന് ചോദിക്കും. വീട്ടിലെ സീരിയസ് കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞാലോ ഞങ്ങൾ മൂത്തോര് തീരുമാനിച്ചോളും, നീ മിണ്ടാതിരി എന്നൊരു മറുപടിയും. ശരിയല്ലേ? നമ്മുടെ വാക്കിനൊരു വിലയുമില്ലല്ലോ. നമ്മൾ വെറും അടിമകളല്ലേ? ഞാനും ഉണ്ട് നിന്റെ കൂടെ. 2 ദിവസം നമ്മളെ കാണാതിരുന്നാൽ എല്ലാവരും നമ്മളെ തിരയും, നമ്മളെ ഓർക്കും. ശരിയാ. സ്കൂൾ വിടുന്നതിന് മുമ്പുള്ള ഇന്റർവ്യൂവിന് നമുക്ക് ഇവിടുന്ന് മുങ്ങണം. ബസ് കിട്ടും. രണ്ടു ദിവസം നമ്മളെ കാണാതിരുന്നാൽ എല്ലാവരും നമ്മളെ തിരയും, നമ്മളെ ഓർക്കും.
ശരിയാ, സ്കൂൾ വിടുന്നതിന് മുമ്പുള്ള ഇന്റർവെല്ലിന് നമുക്ക് ഇവിടുന്ന് മുങ്ങണം. എല്ലാരും ശബ്ദമില്ലാതിരിക്കും. എന്താ സാറേ എഴുതി പഠിക്കുന്ന അഖിലും സിദ്ധാർത്ഥും ഒളിച്ചോടാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത് ഞങ്ങൾ കേട്ടു. നിങ്ങൾ ക്ലാസ്സിലേക്ക് വെക്കൂ. എടാ സാറ് വാ. ആ മക്കള് രണ്ടുപേരും വാ. സാറ് നിങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു. വേഗം വണ്ടി കയറി. സാരമില്ലെന്നേ, ഒന്നും സംഭവിച്ചില്ലല്ലോ. ദൈവത്തിന് നന്ദി പറയാം. ദൈവം അറിയാതെ ഒന്നും വരില്ല എന്ന് പ്രത്യാശിക്കാം. സാറ് തക്ക സമയത്ത് അവനെ കണ്ടില്ലായിരുന്നെങ്കിൽ. അഖിലിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എനിക്ക് ഇതേപ്പറ്റി അറിവ് തന്നത്. അവൻ്റെ കൂട്ടുകെട്ടാണ്. ആ സിദ്ധാർത്ഥനോട് മിണ്ടാൻ പോലും സാറിന് സമ്മതിക്കരുത്. അതെ, കുറ്റം കൂട്ടുകാരുടെ തലയിൽ കെട്ടിവെച്ച് തടിയൂരാമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ വീട്ടിലെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും കുട്ടികളെ അറിയിക്കണം. പ്രത്യേകിച്ച് അവരുമായി ബന്ധപ്പെടുന്നത്. അത് വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമാണ്. അതിനെന്താ, വീട്ടിലെ എല്ലാ അവസ്ഥകളും അറിഞ്ഞുകൊണ്ടായിരിക്കണം ഓരോ കുട്ടികളും വളർന്നു വരേണ്ടത്. മുത്തു, നീ എപ്പോ വന്നടാ? എവിടെയായിരുന്നു ഇത്രയും നേരം? അമ്മേ, മുത്തു തിരിച്ചു വന്നു. നീ പോയപ്പോ മുതൽ പപ്പയ്ക്ക് ഭയങ്കര വിഷമം. പപ്പ ആ കച്ചവടക്കാരനോട് മുത്തുവിനെ തിരിച്ചു മേടിച്ചു. പപ്പ സഹായമില്ല. ഇന്ന് പരക്കെ കേൾക്കുന്ന പദങ്ങളാണ് അഭിപ്രായ സ്വാതന്ത്ര്യം, അഭിപ്രായ സമന്വയം. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം, അഭിപ്രായ സമന്വയം സാമൂഹ്യ ജീവിതത്തിൻ്റെ തലത്തിൽ മാത്രമല്ല, കുടുംബജീവിതത്തിൻ്റെ തലത്തിലും വേണമെന്ന് അഭിപ്രായപ്പെടുന്ന ആളുകൾ ഏറെയാണ്. ഒരുപക്ഷെ ഈ അഭിപ്രായങ്ങൾ മാത്രമല്ല, മനഃശാസ്ത്ര തലത്തിലും ചിന്തിക്കുമ്പോൾ ഇത് പ്രധാനപ്പെട്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കുടുംബമാണ് അടിസ്ഥാന സമൂഹം. മക്കൾക്ക് സാമൂഹ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പ്രായോഗിക തലത്തിൽ ലഭിക്കുന്നത് കുടുംബത്തിൽ തന്നെയാണ്. ഏകാധിപതിയുടെ മനോഭാവം കുടുംബജീവിതത്തിൻ്റെ ഒരു തലത്തിനും ചേർന്നതല്ലല്ലോ. ഒരുപക്ഷേ കുടുംബത്തെ നിയന്ത്രിക്കുന്ന, നയിക്കുന്ന അപ്പനോ അമ്മയ്ക്കോ ഒക്കെ അവരുടെ തലത്തിൽ നിൽക്കുമ്പോൾ അധികാരമുണ്ടെങ്കിൽ തന്നെയും ആ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവർ വിട്ടുവീഴ്ചയോടെ അത് പ്രായോഗികമാക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ചിന്തയ്ക്ക് വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, മക്കളുടെ രൂപീകരണത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം അവർക്കുണ്ടാവണം. മക്കളും കൂടെ കുടുംബജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാതാപിതാക്കളോടൊപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അഭിപ്രായ സമന്വയം ആവശ്യമാണ്. ഞാനത് പറയുമ്പോൾ ചിലർ ചോദിച്ചേക്കാം, എന്താ കുടുംബത്തിൽ ജനാധിപത്യമാണോ നടക്കേണ്ടത്? ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതയാണല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യം, അഭിപ്രായ സമന്വയമൊക്കെ. മക്കളുടെ നല്ല വളർച്ചയ്ക്ക് തീർച്ചയായും അഭിപ്രായ സ്വാതന്ത്ര്യം പ്രധാനപ്പെട്ടതാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരു കുടുംബ ചിത്രം തന്നെയാണ്. ഒരു കുടുംബനാഥനും നാഥയും, മക്കൾ 3 പേര്,
ഒരാൺകുട്ടിയും 2 പെൺകുട്ടികളും. ഈ കുടുംബനാഥനും നാഥയും പബ്ലിക് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. കുടുംബനാഥ ഗവൺമെൻറ് ഹൈസ്കൂൾ അധ്യാപികയാണ്. കുടുംബനാഥൻ അതുപോലെ ഗവൺമെൻറ് തലത്തിൽ ജോലി ചെയ്യുന്നയാളാണ്. ഈ കുടുംബനാഥയും മക്കളും വീർപ്പ് മുട്ടിയാണ് കഴിയുന്നത്. കുടുംബനാഥ അധ്യാപികയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്കൂളിലായിരിക്കുമ്പോൾ ഈ കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ഈ അധ്യാപിക പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും കുട്ടികളെ കേൾക്കാൻ തയ്യാറാകുന്നയാളാണ്. പക്ഷെ തൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ശ്വാസം മുട്ടുന്ന അനുഭവം ഉണ്ടാകുന്നു എന്നാണ് കുടുംബനാഥ പറയുന്നത്. മക്കൾക്കുള്ളത് അതേ അനുഭവം തന്നെയാണ്. ഈ 2 പെൺകുട്ടികളെക്കാൾ മൂത്ത ആൺകുട്ടി പറയുന്നു, എനിക്ക് സ്വാതന്ത്ര്യമില്ല, എനിക്ക് എൻ്റെ പപ്പായുടെ മുഖത്ത് നോക്കി ഒരഭിപ്രായം പറയാനുള്ള അനുവാദമില്ല. ഇതിനെക്കുറിച്ച് കുടുംബനാഥയ്ക്കും പരാതിയുണ്ട്. കുടുംബനാഥ പറയുന്നു, എന്നെ കേൾക്കുന്നില്ല, ശ്വാസം മുട്ടുന്നു. ഈ മകന് മാത്രമല്ല, പെൺകുട്ടികൾക്ക് 2 പേർക്കും അപ്പനോട് മാനസികമായ വിരോധമാണ്. കാരണം തങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ഈ പപ്പ ചെയ്യുമ്പോഴും പ്രായപൂർത്തിയായ തങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കാതെ പോണു. ഇതിനോട് ചേർത്ത് വെച്ച് മറ്റൊരു കുടുംബത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഈ കുടുംബനാഥനെയും നാഥയെയും മക്കളെ എനിക്ക് പരിചയമുണ്ട്. കുടുംബനാഥൻ ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്തയാളാണ്. കർക്കശമായ പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ആളാണ്. കർക്കശമായ നിലപാടുകളുള്ള ആളാണ്. ഈ കുടുംബനാഥ ആർമിയിൽ തന്നെ നേഴ്സായിരുന്നു. 2 പേരും ജോലിയിൽ നിന്ന് വിരമിച്ച് നാട്ടിലുണ്ട്. മക്കൾ 2 പേരാണ് ഇവർക്ക്. 2 ആൺകുട്ടികൾ. ആർമിയിൽ ജോലിയിലായിരുന്ന സമയത്ത് തന്നെ ഈ മക്കളുടെ വളർച്ചയിൽ ഇവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മക്കൾക്ക് അങ്ങേയറ്റം സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ മക്കളെ തിരുത്തിയിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നില്ല എന്നല്ല. അവർക്ക് ചിന്തിക്കാനും അഭിപ്രായം പറയാനും പ്രായമായ സമയം തൊട്ട് അവരെ ബോധപൂർവം ഈ കുടുംബനാഥൻ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. മക്കളെ, നിങ്ങളെന്താണ് പറയുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങളെന്താണ് ചിന്തിക്കുന്നത്? പപ്പ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടോ? മമ്മി ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുമായിരുന്നു. ഈ കുടുംബനാഥനോട് ചോദിച്ചപ്പോൾ കുടുംബനാഥൻ പറഞ്ഞത്, എന്നെപ്പോലെ തന്നെ തീരുമാനമെടുത്ത് ഭാവിയിൽ ഈ കുടുംബത്തെ നയിക്കേണ്ട ആളുകളല്ലേ അവരെ. അത്തരത്തിൽ ഭാവിയിൽ കുടുംബങ്ങളെ നയിക്കാൻ അവർക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ സ്വന്തം തീരുമാനമുള്ള വ്യക്തികളായി അവർ മാറണ്ടേ. എൻ്റെ പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ കർക്കശ നിലപാട് സ്വീകരിക്കാറുണ്ട്. അവയെല്ലാം നമ്മുടെ മക്കൾക്ക് നന്മയ്ക്ക് ഉപകരിക്കണമെന്ന് നിർബന്ധമില്ല. മക്കൾ പ്രായപൂർത്തിയാകുമ്പോൾ അവർക്ക് സ്വന്തമായ അഭിപ്രായത്തിന് പക്വതയും പ്രായവുമാകുമ്പോൾ തീർച്ചയായും അവരുടെ അഭിപ്രായം പറയാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം, അവരെ പ്രേരിപ്പിക്കണം. കൂടിയാലോചനകൾ, അഭിപ്രായ സമുന്നയങ്ങൾ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് എപ്പോഴും സഹായിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാമല്ലോ, ചില സംഘടനകളിലൊക്കെ തലപ്പത്ത് നിൽക്കുന്ന ആളുകളുടെ ഒറ്റയാൻ തീരുമാനങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. പക്ഷേ അഭിപ്രായ സമന്വയത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ, കൂട്ടായിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ കാര്യങ്ങൾ വിജയിപ്പിക്കാനായിട്ട് സാധിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, മക്കളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ അഭിപ്രായമുള്ളവരാക്കി മാറ്റാൻ സാധിക്കണം. യഥാർത്ഥത്തിൽ മക്കളുടെ വ്യക്തിത്വത്തിന് പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. സ്വന്തമായ അഭിപ്രായമുള്ള ആളിന് മാത്രമേ സ്വന്തം തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ.
സ്വന്തമായ അഭിപ്രായമുള്ള ആളിന് മാത്രമേ സ്വന്തമായ പ്രവർത്തന ശൈലികൾ ഉണ്ടാവുകയുള്ളൂ. ഇത് താൻ രൂപീകരിക്കുന്ന കുടുംബത്തെ അനന്യമാക്കാൻ ഒരു കുടുംബനാഥയെ ഒട്ടേറെ സഹായിക്കും. മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടെ മാനസികമായ ആരോഗ്യം പ്രധാനപ്പെട്ടതായി കാണാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് അവരുടെ അഭിപ്രായം പറയിക്കുക തന്നെ വേണം. അടിമയുടെ മനോഭാവത്തോടുകൂടെ ഞാൻ പറയുന്നതെല്ലാം നീ ചെയ്തേ മതിയാവൂ എന്നുള്ള നിർദ്ദേശവും മനോഭാവവും കുട്ടികളെ അന്തർമുഖരാക്കി തീർക്കും എന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്ന് അന്തർമുഖത്വം വലിയൊരു പ്രശ്നമാണ്. അന്തർമുഖത്വമുള്ള ആളുകൾ സമൂഹത്തിൻ്റെ മുൻനിരകളിലേക്ക് വന്നു കഴിയുമ്പോൾ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. വിവാഹ ജീവിതത്തിലേക്ക് അങ്ങനെയുള്ള ആളുകൾ പോകുമ്പോൾ അത് പ്രശ്നത്തിന് കാരണമായി തീരും. പുറത്തേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മക്കൾ കുടുംബത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ വളർച്ചയുടെ വിവിധ മേഖലകളിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ അഭിപ്രായമുള്ളവരായി അവരെ മാറ്റാൻ നമുക്ക് സാധിക്കണം. ചില ആലോചനാ യോഗങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള അവസരങ്ങളിൽ കണ്ടിട്ടുണ്ട്, അതിൽ പങ്കെടുക്കുന്ന ആളുകൾ അഭിപ്രായം ഇല്ലാതിരിക്കുക. യഥാർത്ഥത്തിൽ വലിയ ആലോചന മീറ്റിംഗാണ് നടക്കുന്നത്. പക്ഷേ ബുദ്ധിപരമായ അഭിപ്രായങ്ങൾ പറയാൻ കഴിവുള്ള ആളുകൾ മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യം. നമുക്ക് സമൂഹത്തിൽ ഇടപെടലുകൾ നടത്താൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പരിശീലനം നമുക്ക് കിട്ടണം. അപ്പം നമ്മുടെ കുട്ടികൾ ഭാവിയിൽ സമൂഹത്തിൻ്റെ ജീവിതത്തിൽ സമയബന്ധിതമായി ഇടപെടുന്ന ആളുകളായി മാറണമെന്നുണ്ടെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തേ മതിയാവൂ. എനിക്ക് അഭിപ്രായമുണ്ടെങ്കിൽ, എൻ്റെ ജീവിത പങ്കാളിയായ നിങ്ങളുടെ മമ്മിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളൊരു ബോധ്യം മക്കൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ മക്കളെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുമ്പോൾ അത് മക്കളെ ആദരിക്കുന്നതിന് പ്രധാന സംഗതി തന്നെ. മക്കളോടുള്ള ആദരവാണ്, അവരോടുള്ള ബഹുമാനമാണ് അവരുടെ അഭിപ്രായം വെട്ടിത്തുറന്ന് പറയാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. ഇത് മാതാപിതാക്കളുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ മക്കളെ വളർത്തുന്നതിന് കാരണമായി തീരും. ഒരു വ്യക്തിയുടെ നിർദ്ദേശം മറ്റൊരാൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ നിർദ്ദേശം നൽകുന്ന ആളോട് മറ്റേ ആളിന് ഒരു ബന്ധം, മനസ്സിൻ്റെ അടുപ്പമുണ്ടാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മാതാപിതാക്കൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വീകരിക്കാൻ ഇടയാകണമെന്നുണ്ടെങ്കിൽ എന്നെ കൂടി കേൾക്കുന്നയാളാണ് എൻ്റെ പപ്പ, എന്നെ കൂടി കേൾക്കുന്നയാളാണ് എൻ്റെ മമ്മി, എൻ്റെ മാതാപിതാക്കൾ എൻ്റെ അഭിപ്രായത്തെ കൂടി മാനിക്കുന്നുണ്ട് എന്നുള്ളൊരു വിചാരം മക്കൾക്കുണ്ടാകാൻ ഇടയാക്കി തീർക്കണം. അത്തരത്തിൽ മക്കളുടെ രൂപീകരണത്തിൽ പ്രായോഗികമായി ചിന്തിച്ച് അവരുടെ അഭിപ്രായത്തിന് കൂടി പ്രാധാന്യം കൊടുക്കുന്ന ഒട്ടേറെ മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. അത്തരത്തിൽ മക്കളെ അവരുടെ രൂപീകരണത്തിൽ മുമ്പോട്ട് നയിക്കുമ്പോൾ ആ മാതാപിതാക്കളൊക്കെ കുട്ടികളുടെ രൂപീകരണത്തിന് മാതൃക നൽകുന്ന മാതാപിതാക്കളായി എല്ലാ മാതാപിതാക്കളുടെയും മുമ്പിൽ നിലകൊള്ളുകയാണ്. അത്തരത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും നമുക്ക് പരിചയപ്പെടാനാവില്ല. അത്തരത്തിലുള്ള ഒരു കുടുംബത്തെ ഇന്ന് നമ്മൾ പരിചയപ്പെടുകയാണ്. മക്കൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്ന മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ മക്കളെ തിരുത്താതെ മുമ്പോട്ട് പോകുന്ന മാതാപിതാക്കളെന്നല്ല. മക്കളെ തിരുത്തുമ്പോഴും നിങ്ങൾ എന്ത് പറയുന്നു എന്ന് അവരോട് ചോദിച്ച് അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കുന്ന മാതാപിതാക്കൾ. നമ്മൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തെ ഇപ്പോൾ പരിചയപ്പെടുകയാണ്. നിങ്ങളുടെ ഇടയിൽ ഇതുപോലുള്ള ഒത്തിരിയേറെ മാതാപിതാക്കളുണ്ടാവും. നമുക്ക് ഈ മാതാപിതാക്കളുടെ വാക്കുകളെ കേൾക്കാം. അവരുടെ ശിക്ഷണം സ്വീകരിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്ക് ജീവിതത്തെ നയിക്കാനിടയായ ആ മക്കളുടെ സാക്ഷ്യവും നമുക്ക് ചെവിക്കൊള്ളുന്നതിന് ശ്രദ്ധിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം.
എൻ്റെ പേര് ഷാജൻ, വീട് എരുമപ്പെട്ടിയാണ്. എരുമപ്പെട്ടി കരിയന്നൂർ ദേശമാണ്. ഞാൻ ഇലക്ട്രിക്കിൻ്റെയും പ്ലംബിങ്ങിൻ്റെയും വർക്കുകൾ ചെയ്യുന്നു. എൻ്റെ ഭാര്യ വൈലത്തൂർ ഇടവക്കാരിയാണ്. എൻ്റെ പേര് സജിത. ഞങ്ങൾക്ക് 5 മക്കളാണുള്ളത്. 4 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. അപ്പോൾ മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ആ മക്കളെ നല്ല രീതിയിൽ വളർത്തണമെന്നുള്ള ഒരാഗ്രഹത്തിന് മുകളിൽ പലതും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകമായൊരു കാര്യം, ഞാനൊരു ചെറിയ രീതിയാണെങ്കിലും കർത്താവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് 4 ആൺമക്കളെയും ആദ്യം വേണം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ജീവിത പങ്കാളിയെ അത് ഷെയർ ചെയ്തു. 4ാമത്തെ കുഞ്ഞിനെ ലാബ് റൂമിൽ പ്രസവിക്കുമ്പോൾ അത് ആൺകുട്ടിയാന്ന് പറഞ്ഞപ്പോൾ ആ വാക്കിനെ, ആ പ്രാർത്ഥിച്ച ആ വാക്കുകൾ ഒരു മണി പോലും തെറ്റാതെ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കുകയായിരുന്നു. മാത്രമല്ല, പ്രത്യേകിച്ച് 5ാമത്തെ കുഞ്ഞ് ഞങ്ങൾക്ക് പെൺകുട്ടി ആവണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 4ാമത്തെ കുഞ്ഞിന് ശേഷം ഞങ്ങൾ പൊതുവെ ഇത്തിരി ടയേർഡായതുകൊണ്ടും ആരോഗ്യസ്ഥിതി പ്രതിസന്ധിയുടെ മോശമായതുകൊണ്ടും ഞങ്ങളിപ്പോൾ വേണ്ട. അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ പലപ്പോഴായിട്ട് കൊച്ചു തുളസി പുണ്യാളത്തിനെ കാണാറുണ്ട്. എന്താണെന്നറിയില്ല, അപ്പോൾ കൊച്ചു തുളസി പുണ്യാളത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ എന്നാലും സജിതോട് പറഞ്ഞ ഇങ്ങനെ കൊച്ചു തുളസി പുണ്യാളത്തിനെ കാണാറുണ്ടെന്നുള്ളപ്പോൾ നമുക്കുണ്ടാവുന്നത് ചിലപ്പോൾ പെൺകുട്ടി ആയിരിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഉള്ളൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. അപ്പോൾ സജിത പറഞ്ഞു ഇപ്പോഴൊന്നും വേണ്ട, നമുക്ക് ആരോഗ്യസ്ഥിതി മോശമാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നിന്നു. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ അവൾ ഗർഭിണിയായി. ജൂലൈ 4 ഞങ്ങൾക്കൊരു പെൺകുഞ്ഞ് ഉണ്ടാകുകയാണ്. അപ്പോൾ തൃശ്ശൂർ രൂപതയിൽ പ്രത്യേകിച്ച് 5ാമത്തെ കുഞ്ഞിനെ മാമോയിസ് മുക്കാനായിട്ട് പിതാവാണ് വരാറ്. അപ്പോൾ ഞങ്ങൾക്ക് കുറേ ഡേറ്റുകൾ തന്നു. സെപ്റ്റംബറിൽ ഡേറ്റ് തന്നു, പിന്നെ നവംബറിൽ ഡേറ്റ് തന്നു. പക്ഷെ അങ്ങനെ ഞങ്ങൾക്കൊന്നും സാധ്യമായില്ല. പിതാവിനൊരു സൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡേറ്റ് ആയില്ല ഞങ്ങൾക്ക്. അങ്ങനെ ധൃതി പിടിച്ച് പിതാവ് ഞങ്ങൾക്കൊരു ഡേറ്റ് തന്നു. ഒക്ടോബർ 1 ഞാൻ മാമോയിസ് മുക്കാനായിട്ട് നിങ്ങളുടെ ഇടവഴിക്ക് വരാം. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അന്ന് കൊച്ചു തുളസി പുണ്യാളത്തിയുടെ ഫീസ്റ്റായിരുന്നു. ഞങ്ങൾക്ക് ആ കൂടെയൊക്കെ ഞങ്ങളുടെ കൊച്ചു തുളസി പുണ്യാളത്തി ഈ മോൾക്ക് വേണ്ടി ഇപ്പോഴും മാധ്യസ്ഥം വഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മാത്രമല്ല, ഒപ്പം ഈ മക്കളെ ആ രീതിയിലേക്ക് വളർത്തണമെന്നുള്ള ഒരാഗ്രഹത്തിൻ്റെ മുകളിൽ വീട്ടിലായാലും ഞങ്ങളുടെ ജീവിതത്തിലെ വീട്ടിലായാലും പ്രത്യേകിച്ച് പ്രാർത്ഥനയിലും ബൈബിൾ വാചനത്തിലും ഒക്കെ അവരെ ഉൾക്കൊള്ളിക്കാനുള്ള ഒരാഗ്രഹം എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ മക്കൾ ഉണ്ടാകുമ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ മക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കുഞ്ഞ് ഉദരത്തിലായി എന്ന് നമുക്കൊരു അറിയുന്ന സമയം തൊട്ട് ഞങ്ങൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ മൂത്ത മകന് അവന് ഇടി ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് അവൻ ഇടി വെട്ടി തുടങ്ങി എന്ന് കണ്ടു കഴിഞ്ഞാൽ വേഗം വന്ന് പായ വിരിച്ച് യേശുവിൻ്റെ മുന്നിൽ, തമ്പുരാൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് സ്തുതിക്കുമായിരുന്നു. നന്നായി സ്തുതിക്കും. കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ സ്തുതിക്കുക. ഇടി വെട്ടി കഴിഞ്ഞാൽ അവന് ഭയങ്കര പേടിയാണ്. അതോടുകൂടി അവൻ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ചുറ്റും കൂടി അവൻ്റെ കൂടെ വന്നിരുന്നിട്ട് സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യായിരുന്നു. പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് എനിക്ക് പറ്റാത്തൊരു കാര്യം, പലപ്പോഴും ജോലി തിരക്ക് മൂലം ഞാൻ രാത്രി വരാൻ നേരം വൈകിലും ചിലപ്പോൾ വന്നു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് മറ്റുള്ള ജോലികൾക്ക് പോലും എൻ്റെ ഫീൽഡ് അങ്ങനത്തെ ഒരു ഫീൽഡായതുകൊണ്ട് പ്രത്യേകിച്ച് കറണ്ട് ഇല്ലെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ പോയേ പറ്റൂ. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ ഇവരിടയ്ക്ക് എന്നോട് പറയാറുണ്ട്, പ്രത്യേകിച്ച് മൂത്ത ആൾ 2ാമത്തെ ആൾ ഇടയ്ക്ക് എന്നോട് പറയാറുണ്ട്, അപ്പം ഒന്ന് കാലത്ത് പോയി പിന്നെ 4 മണിക്ക് അവർ വന്നതിന് ശേഷം തന്നെ 6 മണിക്ക് 7 മണിക്കൊക്കെ അവർ കാണും. പിന്നീട് ഞാൻ പോകുമ്പോഴൊക്കെ അവർക്കതൊരു വിഷമമായിട്ട് മാറാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ബൈക്കുമ്പോൾ പോകായാലും അല്ലെങ്കിൽ പണിസ്ഥലത്തായാലും ഇവരുടെ ചോദ്യങ്ങൾ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്നാലും എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സമയം അവരോട് എടുക്കുക. അവരൊരു അഭിപ്രായം അല്ല, അവരുടെ ഉള്ളിലെ ആഗ്രഹം എനിക്ക് മനസ്സിലായി. അവരോട് കൂടെ കളിക്കണം, അവരോട് കൂടെ യാത്ര ചെയ്യണം എന്നൊക്കെയുള്ള അവർക്ക് വലിയ ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി.
അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു സമയം എടുക്കുക, പ്രത്യേകിച്ച് ഞായറാഴ്ചകളൊക്കെ, അതുപോലെ തന്നെ കാലത്ത് നേരത്തൊക്കെ അവരുമായിട്ടൊരു മിങ്കിളിങ്ങിനും അവരുമായിട്ടൊരു കളിക്കലിനും ഒക്കെ ആയിട്ട് ഞാൻ കുറേ സംസാരിക്കാനൊക്കെ ആയിട്ട് സമയം എടുക്കാറുണ്ട്. മാത്രമല്ല അവർ കുറേ അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറയാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഡ്രസ്സിങ്ങിൻ്റെ സമയത്ത് പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ അവർക്ക് പള്ളി പോകണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. പള്ളി ഇവിടുന്ന് ഒരുപാട് കുറച്ച് ദൂരമാണ്. അപ്പോൾ അവർക്ക് വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും കഴിഞ്ഞ മാക്സിമം ഞങ്ങൾ ഒരുമിച്ച് ശനിയാഴ്ചയും ഞായറാഴ്ചയും പള്ളിയിലെത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ കൃപകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായെങ്കിലും ഞങ്ങളെ കൂടി അഭിപ്രായം അവിടുന്ന് ആരാഞ്ഞു. ഞങ്ങളെ രക്ഷയിലേക്ക് നയിക്കാൻ ഞങ്ങളുടെ സമ്മതം കൂടി അവിടുത്തേക്ക് വേണം. കർത്താവായ ഈശോയെ, ഇന്ന് മക്കൾക്ക് ജന്മം നൽകി അവരെ വളർത്തുന്ന മാതാപിതാക്കളെ ഈ ഒരു ബോധ്യത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ശിക്ഷണം അവർ നൽകുമ്പോഴും പ്രായവും അഭിപ്രായം പറയാൻ പക്വതയുമായ മക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് അഭിപ്രായ സ്വാതന്ത്ര്യം അവർക്ക് നൽകാൻ ഇടയാകും വിധം ആ മാതാപിതാക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങൾ യാചിക്കുന്നു. തിരുഹൃദയമേ, തിരുഹൃദയമേ, ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ, തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.